പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോടൊപ്പം അണിനിരക്കാൻ മുസ്ലിം ലീഗ്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് നീക്കം. UDF-നെ തിരികെ അധികാരത്തിലെത്തിക്കാൻ സതീശന് കഴിയുമെന്നാണ് ലീഗിന്റെ പ്രതീക്ഷ. ലീഗ് സംസ്ഥാന അധ്യക്ഷനായി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വന്നത് മുതൽ ലീഗ് വി ഡി സതീശനുമായി കൈകോർക്കുകയായിരുന്നു. ലീഗിന്റെ മനസ്സിലിരിപ്പ് അറിഞ്ഞതോടെ സമസ്തയടക്കം മിക്ക മുസ്ലിം സംഘടനകളും അവരുടെ പരിപാടികളിൽ വി ഡി സതീശനെ ക്ഷണിച്ചു തുടങ്ങി. കഴിഞ്ഞ വർഷം മാത്രം ഇത്തരത്തിൽ 40-ലേറെ പരിപാടികളിലാണ് സതീശൻ പങ്കെടുത്തത്. കെ കരുണാകരനും ഉമ്മൻചാണ്ടിക്കും ലീഗ് നൽകിയ അതേ സ്വീകാര്യത നിലവിൽ സതീശനും കിട്ടുന്നുണ്ട്. ഈ സ്വീകാര്യതയിൽ PK കുഞ്ഞാലിക്കുട്ടിക്കും എതിർപ്പില്ല. ഉപതെരഞ്ഞെടുപ്പുകളിലെ വിജയ നേതൃത്വം കൂടി പരിഗണിച്ചാണ് ലീഗിന്റെ മനംമാറ്റം. UDF-നെ അധികാരത്തിൽ എത്തിച്ചില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസം എന്ന സതീശന്റെ പ്രസ്താവന പോലും ഘടകകക്ഷികളെ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തുകൊണ്ടായിരുന്നു. സതീശനെ രാഷ്ട്രീയ വനവാസത്തിന് അനുവദിക്കില്ലെന്ന് ലീഗ് സംശയലേശമന്യേ പറഞ്ഞതും വിശ്വാസം ഊട്ടിയുറപ്പിക്കലായിരുന്നു. വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ സതീശൻ തന്നെ നയിക്കട്ടെ എന്നുള്ള നിലപാടുമുണ്ട് ലീഗിന്. ഈ നിലപാടിൽ മാറ്റം വരണമെങ്കിൽ KC വേണുഗോപാൽ കേരളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനെത്തണം. അങ്ങനെ വന്നാൽ മാത്രം KC വേണുഗോപാലിന് നേതൃസ്ഥാനത്തേക്ക് പൂർണ്ണ പിന്തുണ ലീഗ് നൽകും. ഇടയ്ക്കൊരു സമയത്ത് ലീഗിന്റെ പരിപാടികളിൽ ശശി തരൂർ സ്ഥിരം സാന്നിധ്യമായിരുന്നു. എന്നാൽ പലസ്തീൻ വിഷയത്തോടെ തെറ്റി. പിന്നീട് മോദി അനുകൂല പരാമർശങ്ങളും നിലപാടുകളും പൂർണ്ണമായി ലീഗിൽ നിന്ന് അകറ്റുന്ന സ്ഥിതിയുമുണ്ടായി. രമേശ് ചെന്നിത്തലയിൽ നിന്ന് തരൂറിൽ നിന്ന് പതിയെ വി ഡി സതീശനിലേക്ക് ലീഗ് നേതൃത്വം വിശ്വാസം ഉറപ്പിക്കുകയാണോ? അങ്ങനെയെങ്കിൽ സമവാക്യങ്ങൾ മാറി മറിയാം. PR പ്രവീണ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.